നമുക്കൊരു അമ്പലത്തിൽ പോയി നമ്മളൊരു 10 മിനിറ്റ് ഇരുന്ന് ധ്യാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ 10 മിനിറ്റ് അതിൻ്റെ ഒരു കുളിർമ നമുക്ക് കിട്ടും. ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് വർക്ക് ചെയ്ത് അതിനെ നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു പോസിറ്റീവ് എനർജി. വലിയ കൊട്ടാരങ്ങൾക്കും വലിയ വലിയ വീടുകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വാസ്തു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഈ 5 സെൻറ്റ് 3 സെൻറ്റിലൊന്നും വാസ്തു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. വാസ്തു എന്ന് പറയണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അല്ലേ? അഗ്നി, വായു, ആകാശം എല്ലാം കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അതിനെ പുറംതിരിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദോഷം ഉണ്ടാവുന്നത് 100% ഷുവറാണ്. നമ്മൾക്ക് ഈ എന്താ വിഷയം വെച്ചാൽ, കേരളക്കാർക്കൊരു വിഷയം എന്താ വെച്ചാൽ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ക്യൂരിയോസിറ്റി കൂടും. എന്തുകൊണ്ട് നമ്മളെപ്പോഴും പറയുക, കഴിയുന്നതും 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു പ്ലോട്ട് വേണമെന്ന് പറയും. എവിടേക്കെങ്കിലും ചെരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷം ഉണ്ടാവാം. അപ്പോൾ ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുക, കിഴക്ക് വശത്തോ വടക്ക് വശത്തോ എടുക്കാൻ പറയില്ല, കഴിയുന്നതും പടിഞ്ഞാറ് വശമോ തെക്ക് വശമോ എടുക്കാം. എന്തുകൊണ്ടാണ് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വെക്കുന്നത്? വടക്ക് കിഴക്കേ മൂലയിൽ വന്നാൽ എന്തായി? പിന്നുന്നാണ് കാറ്റ്. അപ്പോൾ എരിവോ പുരിയോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകും. പിന്നെ എന്തുകൊണ്ടാണ് വടക്കോട്ടോ കിഴക്കോട്ടോ നമ്മൾ തീ കത്തിക്കുന്നത്? പുറത്തുനിന്നാണ് കാറ്റ്, പുറത്തേക്ക് പോവും. പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് വാസ്തുശാസ്ത്രം. പലർക്കും അതൊരു ഡിഫൈൻഡ് സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് വാസ്തുശാസ്ത്രം ഒരു ഭയങ്കര ഭയമാണ്. അവർക്ക് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പേടിപ്പിക്കുന്ന എന്തോ ഒരു സംഭവമാണെന്ന് പറയുന്നു. ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ പറയുന്നു അത് വെറും ബിസിനസ്സാണ്, പൊട്ടത്തരങ്ങളാണ്, ഒരു സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും വാസ്തുശാസ്ത്രം എന്താണ്? നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉള്ളൊരു ടൂളാണോ, അതോ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ, സന്തോഷത്തോടെയും മനസമാധാനത്തോടെ ജീവിക്കാനുമുള്ള ഒരു ഡിഫൈൻഡ് ഗൈഡ് ലൈൻ ആണോ? സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു ഡിഫൈൻഡ് ഗൈഡ് ലൈൻ ആണോ? ഈ ടോപ്പിക്കുകളിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെ സിംപ്ലിഫൈ ചെയ്യാനും വളരെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾക്ക് മനസ്സിലാക്കിക്കാനുമായിട്ട് ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ശ്രീ കാണിപ്പയ്യൂർ ഹരി എന്നറിയപ്പെടുന്ന കാണിപ്പയ്യൂർ ഹാരീതൻ. നമസ്കാരം. നമുക്ക് ഈ വാസ്തുശാസ്ത്രം എന്താണ്, എവിടുന്നാണ് ഇത് തുടങ്ങിയത്, അതിൻ്റെ ബേസിക് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയുടെ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര യുണീക്കാണ്. ഞാൻ ഇന്ന് വരയ്ക്കും കേട്ടിട്ടില്ല. ഹാരീതൻ ഇംഗ്ലീഷിൽ പറയാൻ, ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് ആണെങ്കിൽ HAREEDHAN. ഓക്കെ, പക്ഷെ എപ്പോഴും പലരും ഹരീതൻ എന്ന് പറയും. അപ്പോഴും ഞാൻ ഈ പേരിൽ ഭയങ്കര ഒരു ഇതുള്ള കാരണം എപ്പോഴും കറക്റ്റ് ചെയ്യും. ഹരീതനല്ല, ഹാരീതൻ എന്ന് പറയും. മകൻ പോലും പറയും, എന്താ ഹാരീത എന്ന് ചോദിക്കും. പണ്ട് എൻ്റെ മുത്തശ്ശനൊക്കെ അവിടേക്ക് കടന്നു വരുമ്പോൾ, അമ്മയുടെ ഇല്ലത്തേക്ക് പോകുമ്പോൾ എന്താ ഹാരീത എന്നാ ചോദിക്കുക, ഹരീതല്ല പറയാം. പിന്നെ എല്ലാവർക്കും എനിക്ക് ഈ പലരും ഇങ്ങനെ ഒരു മിസ് പ്രൊനൗൺസിയേഷൻ വന്നോട് കൂടിയിട്ട് എന്നാൽ ഹരി എന്നല്ലേ നല്ലതെന്നുള്ളതാക്കിയിട്ടാണ് ചിലപ്പോൾ ഹരി എന്നാക്കും. പക്ഷെ ഇപ്പോഴും ലെറ്റർ ഹെഡിലും ഇതും അല്ലെങ്കിൽ എൻ്റെ വിസിറ്റിംഗ് കാർഡിലൊക്കെ ഹാരീതൻ തന്നെയാണ്. ഈ ഹാരീതൻ എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാരീത മുനി ഉണ്ടായിരുന്നു അത്രേ. പിന്നെ ഹാരീത സംഹിത, ഒരു ദിക്കിൽ ചെന്ന് കേട്ടപ്പോൾ ഹാരീത സംഹിത അഷ്ടാംഗ ഹൃദയത്തിനെക്കാട്ടിലും മുമ്പേ ഇറങ്ങിയതാണെന്നും, അത് അല്ല ഇത് അഷ്ടാംഗ ഹൃദയത്തിൻ്റെ വേർഷൻ 2 എന്ന് പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടത് ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പേ ഒരു ഞീഴൂര എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആയുർവേദ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ, ഞാനപ്പോൾ ഹരി നമ്പൂരി നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചും കൂടി കേട്ട് പരിചയം ഉണ്ടാവും, വൈദ്യന്മാർക്ക് അത്ര കൂടുതലുണ്ടാവുക. അപ്പോൾ ഹാരീതൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് ഒരു മിനിറ്റ് കേട്ടോ പറഞ്ഞു. എന്നിട്ട് ഉള്ളിൽ നിന്ന് ബുക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിക്കലുണ്ടായി, ഹാരീത സംഹിത. അപ്പോൾ ഉണ്ടത് ബേസിക്കലി. ഇതെങ്ങനെയാണ് വന്നത് വെച്ചാൽ, ഒരു ബുലാശ്ശേരി മന എന്ന് പറഞ്ഞിട്ട് കുലിക്കല്ലൂർ വല്ലപ്പുഴ അടുത്ത്. അപ്പോൾ അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതരായിരുന്നു. അപ്പോൾ അച്ഛനും വലിയതായിരുന്നപ്പോൾ, ഞാൻ ജനിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു അത്രേ, കൃഷ്ണ ഇങ്ങനെ ഒരു പേരുണ്ട്, അങ്ങയുടെ മകനെ ഈ പേരിടാൻ പറ്റുമോ ചോദിച്ചു.
അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞു, എന്താ എനിക്കെന്താ വിഷയം, എനിക്ക് പിന്നെ എന്താ എൻ്റെ അച്ഛൻ്റെ പേര് പരമേശ്വരൻ എന്നാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞു അത്രേ പരമേശ്വരൻ എന്നാണ്, അതെന്തായാലും ബേസിക് ഇത് വരും, ഞങ്ങൾക്ക് എപ്പോഴും 2 പേര് വരുമല്ലോ, ചിലപ്പോൾ ഒരേ പേര് തന്നെ ആയിരിക്കും, പക്ഷേ പുതിയ ഒരു തലമുറയിൽ 2 പേരിട്ടാലേ മനസ്സിലാവുള്ളൂ. മറ്റേ പരമേശ്വരൻ ഇപ്പോൾ അഭിവാദ്യം ചെയ്യണ സമയത്ത് പഴയ പേരും മറ്റത് പുതിയ പേരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഗൂഗിളാണല്ലോ കൂടുതൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ഏങ്ങണ്ടിയൂർ അടുത്തുള്ള ഒരാൾ ഹാരിതൻ എന്നുള്ള ഒരാളുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നമ്പൂരിയുടെ മകൻ്റെ മകനും ഹാരിതൻ എന്ന് പേരിട്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം പറയണത്. പിന്നെ അപ്പോൾ ഈ ഹാരിത സംഹിത കണ്ടോട് കൂടിയിട്ട് എനിക്കൊരു ഉറപ്പായി ഹാരിതമനു ഉണ്ടായിരുന്നു എന്നും ഹാരിത സംഹിതയും അദ്ദേഹം രചിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലായി. പേരിനൊരു റൂട്ടുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ചിലതൊക്കെ നമുക്കൊന്നും ഒരു റൂട്ടും ഇല്ലാത്തൊരു ഇതാണല്ലോ. ചില പേരുകൾ കേട്ട് കഴിഞ്ഞാൽ എവിടെന്നാ എങ്ങനെയാ ഉത്ഭവിച്ചതെന്നും കൂടി അറിയില്ല. ഇപ്പൊ അശോകനും 2 പേരുണ്ടോ, അതോ അശോകൻ തന്നെയുള്ളൂ, അല്ല ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശന്റെ പേരിട് അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ? അശോക് അരവിന്ദാക്ഷൻ മേനോൻ അതുണ്ടല്ലോ. അപ്പോഴും ഞങ്ങളെ അതുപോലെ തന്നെയാണ് പരമേശ്വരൻ എന്നാണ്. അപ്പോൾ അഭിവാദ്യം ചെയ്യണ സമയത്തൊക്കെ അമ്പലത്തിൽ പോയിട്ട് പരമേശ്വര നാമ അഹമസ്ബിഹോ തന്നെയാണ് നമ്മൾ പറയുക. അതാണ് അതിൻ്റെ ഒരു ഇത് വന്നത്. പിന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാ വെച്ചാൽ, വാസ്തുവിൻ്റെ ബേസിക്കൽ എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം പലർക്കും പല വിധത്തിലും ഗൂഗിളും അതിൻ്റേതായിട്ടുള്ള മൾട്ടിമീഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലത്തോടു കൂടി എല്ലാവർക്കും ഏകദേശ രൂപം അറിയാം. പക്ഷേ വാസ്തു എന്ന് പറയണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അല്ലേ. അഗ്നി, വായു, ആകാശം എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അതിനെ പുറംതിരിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദോഷം ഉണ്ടാവുന്നത് 100% ഷുവറാണ്. ഇപ്പോൾ ഈ ഒരു എൻവയറോൺമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കാണ്ടിരിക്കാനാണെങ്കിൽ, പുറത്തെ സൗണ്ട് കേൾക്കാണ്ടിരിക്കാനാണ് നമ്മളെല്ലാം എൻക്ലോസ്ഡ് ആക്കിയിട്ട് മാറ്റിയത്. ഇത് ഒരു ലൈറ്റ് പോയി എന്ന് വിചാരിക്കുക, എന്തായി? ചൂട്ട് പുറത്തേക്ക് പോട്ടും ഇല്ലേ, പുറത്തുനിന്നുള്ള കാറ്റില്ല. അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ? അതാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തു എന്ന് പറയണത്, വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിറൈവ് ചെയ്താണ്. ഒരിക്കലും ഞാൻ വേറെ ആളുടെ കാര്യത്തിനെ കുറിച്ചിട്ടോ ഇതൊന്നും ഞാൻ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഇതിലായിട്ടുള്ള എൻ്റെ ഒരു സംഭാവന വന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വന്നതാണ്. അല്ലാണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ വേറൊരാൾ പറഞ്ഞതിനെക്കുറിച്ച് ഇതാവാനോ അതിന് ഞാൻ ശ്രമിക്കാറില്ല. ഉണ്ടാവാം അങ്ങയുടെ ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ശരി, അതൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഒരു നാച്ചുറൽ ഇതാണ്. പക്ഷേ വാസ്തുവിനെ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളൊരു വീട് നിർമ്മിച്ചാൽ, അല്ലെങ്കിൽ ഏത് നമ്മുടെ ഓഫീസ് റൂമായാലും എന്തായാലും അതിൻ്റെ ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് വർക്ക് ചെയ്ത് അതിനെ നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു പോസിറ്റീവ് എനർജി അല്ലേ. നമുക്കൊരു അമ്പലത്തിൽ പോയി നമ്മളൊരു 10 മിനിറ്റ് ഇരുന്ന് ധ്യാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ 10 മിനിറ്റ് അതിൻ്റെ ഒരു കുളിർമ നമുക്ക് കിട്ടും. നമ്മൾ വീട്ടിൽ നിന്ന് വരണത് ഭയങ്കര ഒരു കലുഷിതമായിട്ട് വരികയെന്ന് ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് ധ്യാനിച്ചാൽ നമ്മൾക്കൊരു സ്കെയിൽ ചെയ്യാൻ പറ്റില്ല അതിന്. എൻ്റെ ഹൈറ്റ് സ്കെയിൽ ചെയ്യാം, അങ്ങയുടെ ഹൈറ്റും സ്കെയിൽ ചെയ്യാം, പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ഒരിത് നമുക്കൊരിക്കലും സ്കെയിൽ ചെയ്യാൻ പറ്റും. ആ എനർജി ഷിഫ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും അതിൻ്റെ ഇത് തന്നെയാണ്. നമ്മളൊരു വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്കൊരു ക്രോസ് വെന്റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഇത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഇല്ലേ. അതാണ് വാസ്തു എന്ന് മാത്രം നമ്മൾ സിമ്പിളായിട്ട് പറയാം. ശരി, അതിലും കൂടുതലൊരു ഡിഫൈൻ അല്ല. ആൾക്കാർക്ക് ഇപ്പോൾ വായിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ പോയാലും ശാസ്ത്ര ബുക്കുകൾ വായിച്ചാലും എല്ലാത്തിലും കിട്ടും ഇല്ലേ. അതിൻ്റേതായിട്ടും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ വരുന്നത് എന്താ, പഞ്ചഭൂതങ്ങൾ. അതിലേറ്റവും പ്രധാനം കാറ്റ്, വെളിച്ചം എന്ന് പറയുന്നത് സൂര്യൻ ആണല്ലോ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ചന്ദ്രനായിട്ട് മാറുന്നു മാത്രമേ ഉള്ളൂ, അതിൽ വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ കാറ്റില്ലാത്ത മുറി, ഇപ്പോൾ നമ്മൾ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, അസാധ്യ ചൂടായിരുന്നു ഇന്നലെ രാത്രി. നല്ല ഇടിവെട്ടി നല്ല കാറ്റോട് കൂടി മഴ പെയ്തു, ഒരു കുളിർമയില്ലേ, ഷിഫ്റ്റ് വന്നു. അത് ഒരു കാറ്റും വെളിച്ചവും കയറി വരാത്തൊരു റൂമാണെങ്കിൽ എന്താവും സ്ഥിതി? പണ്ടത്തെക്കാട്ടിലും കൂടാവും, അല്ലാണ്ട് കുറയില്ല, കൂടും. എല്ലാം ശ്വാസം മുട്ടൽ. ഈ ശ്വാസം മുട്ടലിനെ നമ്മൾ ലഘൂകരിക്കുമ്പോഴാണ് അതിൽ കുറച്ച് തത്വങ്ങൾ നിർത്തിക്കൊണ്ടുള്ളതാണ് വാസ്തു. ശരി, സിമ്പിളായിട്ട് പറയും. ഇത് എപ്പോഴായിരിക്കും ഇത്
തുടങ്ങിയതെന്ന് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ എവിടെയാണോ ഒരു മനുഷ്യന് ഒരു വീട് വെച്ച് ഒരു ഗൃഹസ്ഥാശ്രമം അല്ലെങ്കിൽ കുട്ടികളും എല്ലാം വേണമെന്നുള്ള അന്നു മുതൽ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. നമുക്ക് ഇപ്പോൾ അങ്ങേക്കൊരു വീട് വെക്കണം, പൂർവികരായിട്ട് നമ്മൾ ഓരോരോ ഇതിൽ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥയുള്ള, അന്ന് ഇടിവെട്ടും മഴയും വെള്ളപ്പൊക്കവും കൂടുതലായിരുന്നു, അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഒരു വീട്, അല്ലെങ്കിൽ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു താമസിക്കുന്ന ഇടം കണ്ടുപിടിച്ചു. അത് ഗുഹയായിരിക്കാം, എന്തു വേണമെങ്കിലും ആവാം. അതിൻ്റെ മനുഷ്യന് അന്ന് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമ്മളൊരു താമസിക്കാനുള്ളൊരു സ്ഥലം, വീടെന്ന് പറയാൻ അവർക്ക് അറിയില്ല, പക്ഷെ നമ്മൾ വെച്ചു. നമ്മളത് ഒരു ഗുഹയായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും, അല്ലെങ്കിൽ അന്ന് കിട്ടുന്ന സാധനങ്ങളെ വെച്ചിട്ട് പനയോലയായിരിക്കാം, മരത്തടിയായിരിക്കാം വെച്ചു. അത് എന്തായി, അപ്പോഴും കാലാവസ്ഥയെ എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജീവിക്കാം. ശരിയല്ലേ? അതിനവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ അന്ന് ഭയങ്കര ഇതുള്ള കാരണം അതിൽ നമ്മൾ ഗുഹയുടെ ഉള്ളിലേക്കായി. കുറച്ചും കൂടി അതിൻ്റെ കാലാവസ്ഥ മാറിയപ്പോൾ, കുറച്ചും കൂടി ചൂടായപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടി വീട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സങ്കല്പത്തിലേക്ക് വന്നു. അതൊന്ന് മാറി 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 ഇപ്പോൾ ഫ്ലാറ്റിലെത്തി. ഇപ്പോൾ ഇനിയും മാറും ചിലപ്പോൾ. ഇപ്പോൾ ഫ്ലാറ്റ് എന്തായി, പണ്ടുണ്ടായിരുന്ന ഒരു 5 നില ലിഫ്റ്റ് ഇല്ലാതെ വന്നു, ഇപ്പം അത് 40 നിലയായി, ലിഫ്റ്റും അതിൻ്റേതായിട്ടുള്ള അതിനനുസരിച്ച്. പക്ഷേ ഉയരം കൂടുന്തോറും വായുകോപം കൂടും. അപ്പം എന്തായി, നമുക്കത് എത്ര കണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എത്ര കണ്ട് പ്രതിരോധിക്കാൻ പറ്റുമോ അറിയില്ല. ഈ ഉയരം കൂടുന്നു പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഇടയ്ക്കൊരു ഇതിൽ വായിച്ചായിരുന്നു, ഒരു 5ാമത്തെ നിലയ്ക്ക് മുകളിൽ. അങ്ങനെയല്ല, അതിൽ നമ്മളിപ്പം ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഇന്ന ഭാഗത്ത് നമ്മൾ, അതായത് ഭൂമി, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ഈ പഞ്ചഭൂതങ്ങൾ ഒരു ഇത് കഴിഞ്ഞാൽ റിവേഴ്സ് വരികയാണ്. അപ്പോൾ അഗ്നിയിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ അഗ്നിഭയം അങ്ങനെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? അതിനനുസരിച്ചിട്ടാണ് നിർത്താൻ പാടില്ല. അത് 5 നില എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഹൈറ്റ് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാണ്ട് 5 നില എന്ന് പറയാൻ പറ്റില്ല. എന്ന് അതിൽ എവിടെയാണോ അഗ്നി, അല്ലെങ്കിൽ എവിടെയാണോ ആകാശം, എവിടെയാണോ ഭൂമി, എവിടെയാണോ ജലം, ആ ഒരു രീതിക്ക് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് 5 നില നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് ചിലപ്പോൾ ഇപ്പോൾ പുതിയ ഫ്ലാറ്റിലൊക്കെ 8 അടി 9 അടി, ഇപ്പോൾ അശോകനൊക്കെ ചിലപ്പോൾ കൈ മുട്ടും. ശരിയല്ലേ? അതെന്താ, അവരൊന്ന് കുറച്ചാലാണ് എന്തായി, ഒരു നിലയും കൂടി ചിലപ്പോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തായി, അവർ ആ ഒരു ഇതിനനുസരിച്ച്, അപ്പോൾ ആ ഹൈറ്റ് വെച്ചിട്ട് വേണം നമുക്ക് ശരിയാക്കാൻ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഒരു വാസ്തുവിലൊരു പ്ലാൻ ശരിയാക്കുമ്പോൾ മുറിയുടെ ചുറ്റളവ്, അതിൻ്റെ പുറത്തെ ചുറ്റളവ്, അതെല്ലാം നമ്മുടെ പ്രപ്പോർഷനാണ്. ഒരു മനുഷ്യൻ ജനിച്ച് വളർന്ന് വരുമ്പോൾ ആ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്, ഇത്ര നീളം കാലിന്, ഇത്ര നീട്, ഇത്ര പൊക്കം, എല്ലാം നിശ്ചയിക്കുക. അതിലൊരു ചെറിയ പ്രപ്പോർഷൻ വ്യത്യാസം വന്നാൽ എന്തായി, കാണാനും ഭംഗിയുണ്ടാവില്ല. അത് നമ്മൾക്ക്, അദ്ദേഹത്തിന് എന്തായി, നടക്കാനും ബുദ്ധിമുട്ട്, പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരാളെ ഇത് പറയല്ല. ആ പ്രപ്പോർഷൻ തന്നെയാണ് നമ്മുടെ വീടുകളിലേക്കും വരുന്നത്. ആ പ്രപ്പോർഷൻ കറക്റ്റായാൽ, ആ പുറത്തു നിന്നുള്ള എല്ലാ അഗ്നിയും എല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം പ്രപ്പോർഷനും ശരിയായി. അതിൽ ഹൈറ്റും ഒരു ഘടകമാണ്. അതായത് നമ്മളൊരു മുറിയുടെ അളവോ, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്ന മുറികൾ വേണോ, ഇന്ന ഭാഗത്ത് നമ്മൾ അടുക്കള വയ്ക്കും, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച കണക്കും അതിൻ്റെ ഹൈറ്റും കൂടി നിശ്ചയിക്കണം. ആ ഹൈറ്റിലാണ് നിങ്ങൾ പറയുന്ന ജലം അല്ലെങ്കിൽ ആകാശം ഇതിൽ നിർത്തണം. അഗ്നിയിലിപ്പോൾ പണ്ട് അഗ്നിയിൽ നിർത്തിക്കഴിഞ്ഞാൽ അഗ്നിഭയം ഉണ്ടാവാനുള്ള ഇതെല്ലാം നമ്മൾ പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവാം, പക്ഷെ ശാസ്ത്രം കൃത്യമായിട്ട് പറയുകയാണ്, ഇന്ന റൂൾസ് നമ്മൾക്ക് ഇതായിക്കഴിഞ്ഞാൽ ഇന്ന കൃത്യമായിട്ട് നമുക്ക് ശരിയാക്കാം. നമ്മളെപ്പോഴും ഇതാവണം, എന്താ, ഹാർമോണിയസ് ലിവിങ് അല്ലേ? എക്സാക്ട്ലി. അതായത് നമുക്ക് രാവിലെ ഇപ്പോൾ ഓഫീസും, പണ്ട് നമ്മൾ വയലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പാടത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് എന്താണ് പറയാം, ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വന്ന് ഒരു 10 മിനിറ്റ് കിടക്കണമെങ്കിൽ സുഖമായിട്ട് കിടക്കണം അല്ലേ? സമാധാനം. ഇപ്പം എന്താ, പുറത്തേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ സമാധാനക്കേട് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനും ഇപ്പോൾ വൈഫും കൂടിയിട്ട് കഴിഞ്ഞ ആഴ്ച പെരുമ്പളം എന്ന് പറഞ്ഞിട്ട് ദ്വീപിൽ പോയി. അറിയോ? ആലപ്പുഴ, അതായത് പൂത്തോട്ട അറിയില്ലേ? പൂത്തോട്ടയ്ക്ക് പടിഞ്ഞാറ് വശമാണ് ആ പെരുമ്പളം ദ്വീപ്. അപ്പോൾ അവിടുന്ന് ബോട്ടിന് പോകണം. അപ്പോൾ അവിടെ ഒരു അരയികുളങ്ങര അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലം. നല്ല അമ്പലം, നല്ല ഗംഭീര അമ്പലം. എടപ്പള്ളി രാജാവിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാനും വൈഫും അപ്പോൾ രാവിലെ ഒരു 7:30 ഒരു ഫെറി ബോട്ടുണ്ട്. അവിടെ ചെന്നു.
അവിടെ ചെന്ന ഒരു 1.5 കിലോമീറ്റർ നടക്കണം അമ്പലത്തിലേക്ക്. അപ്പോൾ ഓട്ടോറിക്ഷ വേണ്ട, നടക്കാമെന്ന് പറഞ്ഞു. എന്തൊരു കാമാൻ ക്വൈറ്റ് അറിയോ. അവിടെ ഇപ്പം പാലം വന്ന കാരണം പ്രശ്നമാവും ഇനി, അല്ലെങ്കിൽ എന്തൊരു സുഖം അറിയോ. അങ്ങനത്തെയൊക്കെ കിട്ടണമെങ്കിൽ റോഡുണ്ട്, നടക്കാൻ സുഖമാണ്, ഇടത്തോട്ടും വലത്തോട്ടും ടിപ്പറോ അല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല, ഈവൻ ബൈക്ക് പോലും ഇല്ല. അല്ല അങ്ങനത്തെ അതാണ് നമ്മുടെ ഒരു ശരിയല്ലേ. എല്ലാവരും അത് ഇപ്പത്തെ ഇതിൽ നമുക്ക് പറ്റുമോന്ന് അറിയില്ല. അതെ അതെ. അപ്പോൾ അതാണ് വാസ്തുവിൻ്റെ ഒരു ഇത് ജനറൽ ചുരുക്കി പറയാൻ പറ്റുന്നത്. ഇതിനെ ഒരു വാസ്തുശാസ്ത്രം എന്ന് പറയാനും ഇതിനെ ഡോക്യുമെന്റ് ചെയ്ത കുറേ ആസ്പെക്ട്സ് ഉണ്ടോ? അതുണ്ടല്ലോ. വാസ്തുശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് ആണല്ലോ. അപ്പോൾ ആ സയൻസിനെ ഇതാക്കിയിട്ടുള്ള വാസ്തുവിനെ ശാസ്ത്രമാക്കിയിട്ടുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട്. അതിനിപ്പോൾ മലയാളത്തിൽ തശ്വാസ്ത്രം എന്ന് പറയും, തച്ചൻ്റെ ശാസ്ത്രം എന്ന് പറയും. തച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമ്മളതിൽ ഓരോന്നും ഉണ്ടാക്കുന്ന ഒരാളെ നമുക്ക് അതിനനുസരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ, ഉള്ളിലത്തെ കണക്കുകൾ, പുറത്തെ കണക്കുകൾ എല്ലാം കൂടി കൂട്ടുന്നു. അതാണ് വാസ്തു. അതിനെ നമ്മൾ പണ്ടൊക്കെ മയമതം അങ്ങനെ പല പല വിശ്വകർമ്മീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല ബുക്കുകളുണ്ട്. അതിൻ്റെ ഇപ്പോൾ മലയാളം വേർഷൻസും, പണ്ട് സംസ്കൃതം മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ശില്പരത്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പലങ്ങളെ കുറിച്ചിട്ടുണ്ട്, തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് അതും നമ്മുടെ അമ്പലങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അതിലെല്ലാം ഇതിൻ്റെ കണക്കുകളും ഇതെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതെല്ലാം പഴയ സംസ്കൃത ബുക്കിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഡിറൈവ് ചെയ്ത് അതിനെ ശാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം പല പല വിധത്തിലാക്കി കൊണ്ടുവന്നു. ഓക്കെ. അത് നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു ആൾക്കാർക്ക് ഏറ്റവും സുഖമായിട്ട്, പണ്ട് മാനുസ്ക്രിപ്റ്റാണ്, ഇപ്പം അതിനെല്ലാം കംപ്ലീറ്റ് അത് ടെക്സ്റ്റായിട്ട് മാറിയത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസ്കൃതം ഞാൻ പഠിച്ചതൊക്കെ ഗവൺമെൻറ് സയൻസ് സ്കൂൾ തൃപ്പൂണിത്തുറ. ഈ സയൻസ് സ്കൂളിൽ എന്താ മെച്ചാൽ സംസ്കൃതം ഇപ്പോൾ മലയാളം ഫസ്റ്റും സെക്കൻഡും പറയണ പോലെ സംസ്കൃതമായിരുന്നു ഫസ്റ്റും സെക്കൻഡും. അപ്പോൾ കുറച്ചും കൂടി വ്യാകരണവും എല്ലാം നമുക്ക്, അപ്പോൾ നമുക്ക് സംസ്കൃതം കുറച്ചും കൂടി എളുപ്പമായി. അതെ അതെ അതെ. അതാണ് എൻ്റെ ഒരു പഴയ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി. പക്ഷെ എന്നാലും നമ്മൾ മാനുസ്ക്രിപ്റ്റൊക്കെ വായിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള സംസ്കൃത, ഇപ്പം ട്രിവാൻഡ്രം ലൈബ്രറി അത് കുറേ ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്, മദ്രാസിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, പിന്നെ ഡൽഹിയിൽ നിന്നാണ് കൂടുതൽ ബുക്കുകൾ ഇറങ്ങിയേക്കുന്നത്. അത് സംസ്കൃതം ഇതാക്കിയിട്ട് മാറ്റി, അത് പല പല ആൾക്കാരുടെ സംഭാവനകളാണ്. ഓരോരുത്തർക്ക് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ സംസ്കൃതം ഒരു മലയാളത്തിലേക്ക് ആക്കാനോ അതിൻ്റെ ഒരു സമയക്കുറവുള്ള കാരണം പലരും അതിന് ഇടപെടണില്ല. പക്ഷേ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, ചെറുവള്ളി നാരായണേട്ടൻ, അദ്ദേഹം ഭയങ്കര ഒരു ഇപ്പം അദ്ദേഹം മരിച്ചു കേട്ടോ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ശില്പരത്നം പോലുള്ള കുറേ ബുക്കുകൾ സംസ്കൃതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പല പല രചനകൾ നടത്തി അതിന്ന് ഗംഭീരമായിട്ട് ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം. നല്ലൊരു ഇതായിട്ട് ഇറക്കിയാണ് അദ്ദേഹം. ഈ വാസ്തുശാസ്ത്രം നമ്മൾ ആദ്യം വന്നപ്പോൾ ഇത് നമ്മുടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ അതോ? അല്ലല്ലോ. നമ്മൾക്കെന്താ ഈ പണ്ട് ശിലായുഗത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീട് എന്നുള്ളൊരു സങ്കല്പം വേണ്ടേ? അതെ. അദ്ദേഹത്തിൻ്റെ പ്രകൃതിക്ഷോഭങ്ങളെ ഇതാവണമെങ്കിൽ വീട്, അല്ലെങ്കിൽ വീടെന്ന് പറയാൻ പറ്റില്ല, താമസിക്കാനുള്ളൊരു സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെ എന്തിയല്ലേ. അല്ലാണ്ട് നമ്മൾക്കൊരു ദിവസം ഇപ്പോൾ പുറത്ത് 2 മണിക്ക് പുറത്തിരുന്നാൽ കിടക്കാൻ പറ്റുമോ? പറ്റുമോ? അല്ലെങ്കിൽ നല്ല മഴയത്ത് കിടക്കാൻ പറ്റുമോ? അതിനെന്തായി താമസിക്കാനുള്ളൊരു സ്ഥലം, പിന്നെ ഒരു ഫാമിലി സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കുടുംബ സെറ്റപ്പ്. അപ്പോൾ അതിനെല്ലാത്തിനും വേണ്ടേ? അതെന്നാണ് നമ്മുടെ ഏകദേശം വാസ്തു എന്ന് പറഞ്ഞാൽ വസിക്കാനുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ്. അതെ അതെ അതെ.